രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഉള്ള പ്ലാൻ ഷക്ഷൂക്ക ഉണ്ടാക്കാന്നായിരുന്നു. പക്ഷെ നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ അത് കഴിക്കാൻ ഒരു മൂഡില്ല. മൂഡാണെങ്കിലോ ഒരു ദോശയും ചമ്മന്തിയും കഴിക്കാനായിട്ട്. പ്ലാൻ വേറൊന്നായതുകൊണ്ട് നമ്മുടെ അടുത്ത് ദോശമാവില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ എപ്പോഴും ഉണ്ടാക്കുന്ന ഇൻസ്റ്റന്റ് ദോശ ഉണ്ടാക്കാം എന്നോർത്തു. അതിന് ഞാൻ ഇവിടെ ഉപയോഗിക്കണ കുറച്ച് റവ, കുറച്ച് ഓട്സ്, പിന്നെ കുറച്ച് കടലമാവാണ്. 2 സ്പൂൺ റവ ഇടുക. പിന്നെ അതിലേക്ക് 2 സ്പൂൺ ഓട്സും ഇട്ട് കൊടുക്കണം. എന്നിട്ട് 1 സ്പൂൺ കടലമാവ് ഇടുക. കടലമാവ് ഇടുന്നത് നമുക്കൊരു നട്ടി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാ, ഉഴുന്നിന് പകരം. പിന്നെ അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് അതിനെ കുതിർക്കാൻ വേണ്ടി കുറച്ച് നേരം എടുത്ത് വെക്കുക. നല്ലോണം ഇളക്കിയിട്ട് വെക്കണം. അത് കുതിർന്നു വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പീനട്ട് ചമ്മന്തി ഉണ്ടാക്കാം. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് സവാളയും കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഉപ്പിട്ട് അത് നല്ലോണം വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഒരു കുഞ്ഞു കഷ്ണം പുളി ഇടുക. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് പീനട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതെല്ലാം കൂടി ഒരു മിക്സറിൽ ഇട്ട് കൊടുക്കുക. ഞാൻ പിന്നെ കുറച്ച് ഫ്ലേവറിന് ഒരു കഷ്ണം പുതിനയിലയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കണ്ടേ. എന്നിട്ട് എന്താ അരച്ചെടുക്കുക, കടുവറുത്തെടുക്കുക. അപ്പത്തേക്കും നമ്മുടെ ദോശമാവ് കുതിർന്നു വന്നിട്ടുണ്ട്. അതിനെ നൈസായിട്ട് നമ്മുടെ മിക്സർ ജാറിലേക്ക് ഇടുക. നമ്മുടെ ദോശമാവിന്റെ പരുവത്തിൽ അരച്ചെടുക്കുക. ദാറ്റ്സ് ഓൾ. അയ്യോ, ഉപ്പിടാൻ മറന്നു. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ഇളക്കണേ. അത് കഴിഞ്ഞ് നല്ല സുന്ദരം ദോശകൾ ചുട്ടെടുക്കാം. നമുക്ക് ക്രിസ്പി ആയിട്ട് ചുടണമെങ്കിൽ ക്രിസ്പി ആയിട്ട് ചുടാം. ഇല്ലെങ്കിൽ നമ്മൾ ഗോതമ്പ് ദോശ ചുടുന്ന പോലെ ഇച്ചിരി കട്ടിക്കും ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ് പീനട്ട് ചമ്മന്തിയുടെ ഒപ്പം. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്തു പോയാലും ഇതിന്റെ ടേസ്റ്റിനൊന്നും സംഭവിക്കില്ല. അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും തണുത്താലും.